അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ ആട്ടം ഗ്യാങ്ങിനെ ആ അവരെ 30 പേരെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടാണ് തൃശ്ശൂരിൽ ഒരു വലിയ ഇടം രാവിലെ ഒരു 6 to 12 o'clock വരെ മൈക്ക് ചെയ്ത് അവരെ എല്ലാം അസംബിൾ ചെയ്ത് അതൊരു നല്ല പ്രോസസ്സായിരുന്നു ആക്ച്വലി അതിൻ്റെ കമ്പോസിഷൻ ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. 2 hours 1.5 hours തീർത്ത പാട്ടാണ്. നീ കവിതകളാൽ ആദ്യം പാടി കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്ന നീ കവിതകളാൽ അത് ഹോപ്പ് ആൻഡ് ഹോപ്പ്ലെസ് എന്ന് പറഞ്ഞാൽ ഞാനത് കമ്പോസ് ചെയ്തത്. സോ ആദ്യത്തെ ആ ഒരു 60% ഓഫ് ദാറ്റ് ട്രാക്ക് ഭയങ്കര ഹോപ്പോടുകൂടി പാടുന്നു. അവസാനത്തെ നീ കവിതകളാൽ ഇപ്പോൾ തിരിച്ച് ലിസൺ ചെയ്താൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് അത് ഹോപ്പ്ലെസ് ആയിട്ട് പാടുക. അത് കഴിഞ്ഞ് ആ മുഖം കാട്ട് നീ ഹൈ പിച്ച് പാടി പുള്ളി അങ്ങ് ട്രിപ്പ് ചെയ്യുന്നതായിട്ടാണ്. അപ്പം ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു ആ പാട്ടിൽ. കിളിയെ എന്നുള്ള പാട്ട് ഈവൻ എൻ്റെ ലിറിക്സ് മനുവായിട്ടിരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇതൊരു 90s സോങ് ആണ്. സോ അങ്ങനത്തെ ലിറിക്സ് മായം കാട്ടി മയക്കിയിടല്ലേ എന്നുള്ള ആ പറയുന്നതിലും കിളിയെ തത്തക്കിളി കൊഞ്ചിപ്പറന്നൻ കൂട്ടിലെത്തി. സോ ഇതെല്ലാം നമ്മുടെ ലൈഫിലുള്ള നമ്മൾ കടന്നു പോയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷനാണ് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഒന്നും അല്ല. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ജോൺസൺ മാഷിൻ്റെ. അതായത് എനിക്ക് ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂൾസും കാര്യങ്ങളും ഒക്കെ വരുമ്പം ഞാൻ റിലാക്സ് ചെയ്യാൻ ചെയ്യുന്നത് വിക്കി എടുത്ത് നോക്കിയിട്ട് പുള്ളിയുടെ ലിസ്റ്റ് ഉണ്ടല്ലോ, അപ്പം അതിലേതെങ്കിലും ഒരു പടമുണ്ട്. ആദ്യം സാധാരണ ചില ഈ ട്രെയിലറിലൊക്കെ വരുമ്പം ഈ ഹെഡ്ഫോൺസ് വെച്ച് കേൾക്കും ബെറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയല്ലേ. ഞാൻ ലാസ്റ്റ് എൻ്റെ പടത്തിൽ അത് വെച്ചപ്പോൾ ഞാനത് റിമൂവ് ചെയ്യാൻ പറഞ്ഞു. കാരണം അങ്ങനൊന്നും പറയേണ്ട കാര്യമില്ല. ദ ക്യൂ ഷോ ടൈമിൽ ദിബു നയനാൻ തോമസ്, വെൽക്കം. താങ്ക് യു. ഓരോ മനുഷ്യന്മാരെ പറ്റി പേര് പറയുമ്പോഴോ ആളെ കാണുമ്പോഴൊക്കെ നമുക്ക് കണക്ട് ചെയ്യുന്ന മൊമെൻ്റ് ആയിരിക്കാം. ഇപ്പോൾ പ്രത്യേകിച്ച് മ്യൂസിക് ഡയറക്ടർ ആകുമ്പോൾ പാട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഏതൊരു വിഷ്വലോ, അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു കോർ കണക്ഷൻ പോയിന്റ് ഉണ്ടാവും എപ്പോഴും. ഈ സംസാരത്തിനൊക്കെ മുന്നേ ഒരാളെ പറ്റി പറയുമ്പോൾ കേൾക്കുമ്പോഴൊക്കെ മനസ്സിലോട്ട് വരുന്നത്. ദിബുവിന്റെ കാര്യത്തില് ദിബുവിന്റെ പേര് പറയുമ്പോൾ എനിക്ക് ആദ്യം വരുന്നത് ഈ മന്ദാര പൂ പോലെ ആ പോർഷനാണ് വരുന്നത്. വേറെ ഒന്നുമല്ല, എനിക്ക് അതാ ആദ്യം വരാറ്. അതിലാ മ്യൂസിക്, പ്രദീപ് കുമാറിന്റെ വോയിസ്. എനിക്ക് ചോദിക്കാനുള്ളത് അതിനെ പറ്റിയിട്ടാണ്. ഒരു പാട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, ആ പാട്ടിന്റെ തുടക്കം മുതൽ അതിന്റെ കൺസ്ട്രക്ഷൻ, സെറ്റ് പീസുകൾ വെക്കുന്നു, ആളുകളുടെ ഈ ഇമോഷണൽ ഫ്ലക്ച്വേഷനുള്ള എല്ലാ ക്യാരക്ടർക്കൊക്കെ ഉള്ള എല്ലാ പോയിന്റ്സും ഉണ്ട്. ആളുകൾ ചോദിക്കുന്നതിൽ പല മൊമെന്റ്സ് ആയിരിക്കും പാട്ടിലെ. ദിബുവിന്റെ നീ കവിതകളാൽ അതിലത്തെ ഏറ്റവും ഫേവറേറ്റ് മൊമെന്റ് ഏതാണ്? എനിക്ക് ആ പാട്ട് ഫുള്ളി ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫസ്റ്റ് പാട്ടാണത്, നീ കവിതകൾ. സോ അതിലൊരു പർട്ടിക്കുലർ ഏരിയ ആയിട്ട് അങ്ങനെ പറയാനില്ല. പിന്നെ മേ ബി ഒത്തിരി പേര് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ലിറിക്കും മ്യൂസിക്കും മറ്റേ ആ പോർഷൻ മേ ബി അതിഷ്ടമാണ്. ഈ ഫസ്റ്റ് പാട്ടിന്റെ ഭയങ്കരമായിട്ട് പമ്പിങ് ഉണ്ടല്ലോ കരിയറിൽ ആളുകളോട് എത്തുന്നത്. സ്റ്റിൽ എനിക്ക് തോന്നുന്നു 2018 ഇത് റിലീസ് ചെയ്തതിനു ശേഷവും 24 നമ്മളിപ്പോ സംസാരിക്കുമ്പോഴും എത്രയോ പേര് നീ പാട്ട് കേൾക്കുന്നുണ്ടാവും. ലാസ്റ്റ് വീക്കും ടോപ്പ് 10 ഉണ്ട് പാട്ട് ഇപ്പോഴും ഉണ്ട്. ആഫ്റ്റർ 6 years ഈ ഒരിക്കലും നമ്മളൊരു ആർട്ട് ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ആഗ്രഹം ഇത് എത്ര കാലം പോകുന്ന അത്രയും കാലം ഇത് എവർ ലാസ്റ്റ് ഇത് പോകുന്നതാണ്. പക്ഷെ നമുക്ക് ഇതിലൊരു ഗ്യാരണ്ടി ഇല്ല ഇത് എത്ര കാലം നിൽക്കും, നമുക്കൊന്നും അറിയില്ല. മീൻസ് ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയൻസിന്റെ ടേസ്റ്റ്, അവരുടെ ഇമോഷനൊക്കെ ആയിട്ട് എത്രമാത്രം കണക്ട് ആവുന്ന അത്രയും കാലം ഇത് മുന്നോട്ട് പോവുകയും ചെയ്യും. നീ കവിതകളാൽ സെറ്റ് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു, ആളുകൾ കേൾക്കുന്നു, അപ്രിസിയേഷൻ ഒക്കെ വരുന്നു, ഇത്ര വർഷം കഴിയുന്നു. ഇപ്പോഴും ഈ പാട്ടിന്റെ ഒരു ഹാങ് ഓവർ എന്തായിരിക്കും മ്യൂസിക് ഡയറക്ടർക്ക്? ഞാനിപ്പോൾ അത് കേട്ടിട്ട് കുറച്ച് നാളായി. പക്ഷേ ഇപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് റെസ്പോൺസ് കിട്ടുന്നൊരു പാട്ടാണ്. എസ്പെഷ്യലി തമിഴ്നാട്ടിൽ മാത്രമല്ല, വേറെ ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് കമൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ആ പാട്ട് ആക്ച്വലി ഉണ്ടായത് ഭയങ്കര ഓർഗാനിക് ആയിട്ടായിരുന്നു. എൻ്റെ വീട്ടിൽ ഒരു ബേസിക് ഒരു അക്വസ്റ്റിക് ട്രീറ്റ് ചെയ്ത റൂമിലാണ് ഞാൻ ആദ്യമായിട്ട് അത് റെക്കോർഡ് ചെയ്യുന്നത്. ഒരു പ്രോപ്പർ സ്റ്റുഡിയോ ഒന്നും അല്ല. ഇപ്പം പ്രദീപ് വരുന്നു. പ്രദീപ് എനിക്ക് പണ്ടോട്ടെ അറിയാവുന്ന എൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ് ഈ വയല, ചെന്നൈ തന്നെ. അപ്പം ഞങ്ങൾ അവിടേക്ക് നിന്ന് വർത്തനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് ഞാൻ അതിന് മുമ്പ് കമ്പോസ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ടേക്കൊക്കെ എടുക്കുന്നത് അങ്ങനെ ഭയങ്കര ഭയങ്കര ഫ്രീ ആയിട്ട് ഒത്തിരി ഇത് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഇരുന്ന് അങ്ങനെ എടുത്തതാണ്. അപ്പം അത് ആ ഇറങ്ങിയ സമയത്ത് ആക്ച്വലി ഈ പാട്ടിന് വിഷ്വൽസ് ഇല്ലായിരുന്നു. അപ്പം അങ്ങനെയാണ്. സോ അതിന്
അതാണ് അതിന്റെ ഏറ്റവും വലിയ എന്നെ സംബന്ധിച്ച് കിട്ടിയ അവാർഡ്. അതായത് ഒരു വീഡിയോ Without visual സിനിമയിൽ ഇല്ലാത്തൊരു പാട്ട്, ഐ മീൻ അതിന്റെ ഒരു 30 സെക്കൻഡ് എങ്ങാണ്ട് സിനിമ വരുന്നു. അപ്പൊ അതിനെ പിന്നെ ആൾക്കാർ ഭയങ്കരമായിട്ട് എന്തോ മാജിക്, ലിറിക്സും എല്ലാം കറക്റ്റായിട്ട് സിങ്കായി. പിന്നെ അതിൻ്റെ അകത്ത് 2 രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്തത്. ലൈക്ക് ഒരു ആ പടത്തിൽ ഉണ്ടത്, പക്ഷെ പടത്തിൽ അത് എന്തുമാത്രം അതിനെ ലെയർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ലൈക്ക് എന്നോട് കഥ നറേറ്റ് ചെയ്യുമ്പോൾ ഒരു ആള് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുന്നു, ഒരു പെണ്ണിനെ കാണാൻ, സംസാരിച്ചിട്ടേ ഇല്ല ജീവിതത്തിൽ ഇതുവരെ, അവളുടെ ശബ്ദം പോലും കേൾക്കാതെ ആ പെണ്ണ് മരിച്ചു പോവുക. അപ്പോൾ ഇതായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം നീ കവിതകളാൽ ആദ്യം പാടി കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്ന നീ കവിതകളാൽ, അത് ഹോപ്പ് ആൻഡ് ഹോപ്പ്ലെസ് എന്ന് പറഞ്ഞാൽ ഞാനത് കമ്പോസ് ചെയ്തത്. സോ ആദ്യത്തെ ആ ഒരു 60% ഓഫ് ദാറ്റ് ട്രാക്ക് ഭയങ്കര ഹോപ്പോടുകൂടി പാടുന്നു. അവസാനത്തെ നീ കവിതകളാൽ ഇപ്പോൾ പോയി തിരിച്ച് ലിസൺ ചെയ്താൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് അത് ഹോപ്പ്ലെസ് ആയിട്ട് പാടുക. അത് കഴിഞ്ഞാൽ മുഖം കാട്ട് നീ ഹൈപ്പിച്ച് പാടിപ്പുള്ളി അങ്ങ് ട്രിപ്പ് ചെയ്യുന്നതായിട്ടാണ്. അപ്പം ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു ആ പാട്ടിൽ. ഞാനത് ചെയ്തപ്പം അത് പടത്തിൽ അങ്ങനെ എനിക്ക് കാണിക്കാനും പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് ആർക്കെങ്കിലും മനസ്സിലാവുമോ ഞാൻ ഈ ചെയ്തതെന്ന്. പക്ഷെ കറക്റ്റായിട്ട് റൂട്ട് ചെയ്ത് ഈ കേട്ടവരെല്ലാം എന്നോട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇത് ഇവിടെ ഇങ്ങനെ. അത് ഭയങ്കര സന്തോഷം. നമ്മൾ ഇരിക്കുന്നതിന് എനിക്ക് തോന്നുന്നു ഒരു പ്രധാനപ്പെട്ട റീസൺ ഈ ARM റിലീസും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെയാണ്. ARMലെ മ്യൂസിക് സൗണ്ട് ഓഫ് ARM എന്ന് പറയുമ്പോൾ അതിലെ ക്യൂരിയോസിറ്റി എലമെന്റ്സ് പറയുന്നത് 3 ടൈം പീരീഡ്. അതിലെ ഏറ്റവും ലേറ്റസ്റ്റ് ടൈം പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്റിലുള്ള ഒരു മൊമെന്റ് ആണ്, 90s. നമുക്ക് പറയുന്നതല്ല, നമ്മളിപ്പോ എന്താ ഡെയിലി ലൈഫ് നമ്മൾ മീറ്റ് ചെയ്യുന്നൊന്നും അവിടെ ഇല്ല. 3 ടൈം പീരീഡ്, 3 ടോവിനോ, 3 ക്യാരക്ടേഴ്സ്. അന്ന് ആണെങ്കിൽ ഇലക്ട്രോണിക്സ് സിന്തിന്റെ ഒക്കെ വളരെ ലിമിറ്റേഷൻ കുറവുള്ള ടൈമാണ്. ആ സൗണ്ടിനെ ക്രിയേറ്റ് ചെയ്യണം. അതിൽ ഈ വേൾഡ് ഓഫ് ചിയോത്തിക്കാവ്, അതിന്റെ തന്നെ 3 വേരിയേഷൻ, പല തുരുത്ത്, മറ്റേത് മറിച്ചത്. അവിടെ ഒരു മ്യൂസിക് ഡയറക്ടർക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്പേസ് ഭയങ്കര വലുതാണ്. ആ സ്പേസിനെ ഏറ്റവും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് മ്യൂസിക് ഡയറക്ടറിന്റെ ഒരു ആവശ്യമായി മാറുന്നുണ്ട്. ARM ഫസ്റ്റ് ഡേ മീറ്റിംഗ് വിത്ത് ജിതിൻ ലാൽ ടു ഫൈനൽ ഔട്ട് വരുന്ന ടൈം, ആ ഒരു ജേർണി എങ്ങനെയായിരിക്കും? ജിതിൻ ആക്ച്വലി പുതിയൊരു മ്യൂസിക് ഡയറക്ടറിനെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഫ്രണ്ടായിട്ടുള്ള ഹരിശങ്കർ വഴി അദ്ദേഹത്തിനെ കുറിച്ച് അറിയുകയും അങ്ങനെ എൻ്റെ പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ മീറ്റ് ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നൈക്ക് വന്ന് അങ്ങനെ സംസാരിച്ച് എനിക്ക് ആദ്യം ആൾ കാണിച്ചു കുറേ. പുള്ളി ഭയങ്കര പ്രിപ്പയർഡായിരുന്നു. ലൈക്ക് പ്രീവിയസ് ഒക്കെ ഉണ്ടായിരുന്നു പുള്ളിയുടെ കയ്യിൽ. അപ്പോൾ ഏതൊക്കെ ആംഗിൾസിലാണ് എടുക്കാൻ പോകുന്നതെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഭയങ്കര ബ്രീഫായിട്ടാണ് വന്നത്. അല്ല ഒരു കഥ പറച്ചിൽ മാത്രമല്ല, വിത്ത് വിഷ്വൽസോടെ വന്നത്, വിച്ച് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് എ വെരി സ്റ്റാൻഡേർഡ് CG ഒക്കെ ഉള്ള ഒരു ആനിമേറ്റഡ് മൂവി കാണുന്ന പോലെ തന്നെ കാണാൻ പറ്റി. അപ്പം എനിക്ക് മനസ്സിലായി ആൾ ഭയങ്കര വിഷൻ ഉള്ള ഒരാളാണെന്നുള്ള രീതിയിൽ. പിന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ഇതിന്റെ 3 കാലഘട്ടം തന്നെയാണ്. ഇപ്പൊ കേളൂൻ അങ്ങനെ ഒരു സൗണ്ട്, മണിയനൊരു ട്രൈബൽ, ആൻഡ് 90s എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരു ചെറുപ്പം, എനിക്ക് അന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള അപ്പം ഞാനത് ഭയങ്കര സന്തോഷം തോന്നി. ഒരു യമഹ RX-100 ഒക്കെ ഉള്ള ഒരു കാലഘട്ടം കാണിക്കുന്നത്. പുള്ളി ഓടിക്കുന്ന വണ്ടി അതാന്ന് തോന്നുന്നത്. അപ്പം അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ. അപ്പം അതിൻ്റെ സൗണ്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ആക്ച്വലി. മ്യൂസിക്കലി ഒരു സ്ക്രിപ്റ്റോട് കൂടി തന്നെയാണ് അത് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ആൾക്കാർക്കൊക്കെ ഭയങ്കര നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അതിൽ ഈ കിളിയെ എന്നുള്ള സോങ് എടുത്തു കഴിഞ്ഞാൽ എന്റെ പേഴ്സണൽ പോർഷൻ അതിൽ ഈ നാദസ്വരം യൂസ് ചെയ്തിട്ടുള്ളതാണ്. കാരണം നാദസ്വരം ഞാൻ പേഴ്സണൽ ലിങ്ക് ചെയ്യുന്നത് ഉത്സവം, ഈ നാട്ടിലെ കാവടി ആഘോഷം, ഇതിന്റെ എല്ലാം ബേസ് നാദസ്വരമാണല്ലോ. ഈ ബാൻഡ് സെറ്റ് പോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ കൾച്ചറിനോട് ഭയങ്കരമായിട്ട് ലിങ്ക്ഡ് ആയി എടുക്കുന്ന. എന്നാൽ ഇപ്പൊ അത് എത്രമാത്രം ഉണ്ടെന്നുള്ളതാണ്. അതൊരു ചില സൈഡിലോട്ട് മാത്രം ഒതുങ്ങുന്ന പോലെയോ. പക്ഷെ എനിക്ക് എല്ലാ റൂട്ടാണ് ഇതൊക്കെ, മാറാനൊന്നും പോകുന്നു. നമുക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റുന്ന. പിന്നെ എനിക്ക് ഈ പാട്ടിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുമ്പോൾ കിളിയെ എന്നുള്ള പാട്ട്, ഈവൻ എൻ്റെ ലിറിക്സ് മനുവായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇതൊരു 90s സോങ് ആണ്. സോ അങ്ങനത്തെ ലിറിക്സ് എന്ന് വെച്ചാൽ അന്നത്തെ പടത്തിലെ പ്രണയം തന്നെ റേഡിയോക്കകത്തൂടെ ഒക്കെ ഒരു സ്ട്രഗിൾ ഉള്ള പ്രണയമായിരുന്നല്ലോ ആ കാലഘട്ടത്തിൽ. ലെറ്റർ എഴുതുക, അല്ലെങ്കിൽ അപ്പം ആ രീതിയിലുള്ള ഒരു അവസ്ഥയിലുള്ള ഒരു പെണ്ണും ചെറുക്കനും പാടുന്നോണ്ട് അന്നത്തെ ലിറിക്സ് ഒക്കെയാ മായം കാട്ടി മയക്കിയിടല്ലേ എന്നുള്ള ആ പറയുന്നതിലും കിളിയെ തത്തക്കിളിയെ കൊഞ്ചിപ്പറന്നൻ കൂട്ടിലെത്തൂടെ. സോ അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പൊ പിന്നെ ഉണ്ടായിരുന്ന പ്ലാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് റിതം സൈഡ് നമുക്കിങ്ങനെ ചെണ്ട, അപ്പം അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ ആട്ടം ഗ്യാങ്ങിനെ
അവരെ 30 പേരെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടാണ് തൃശ്ശൂരിൽ ഒരു വലിയ ഇടം രാവിലെ ഒരു 6 to 12 o'clock വരെ മൈക്ക് ചെയ്ത് അവരെ എല്ലാം അസംബിൾ ചെയ്ത് അതൊരു നല്ല പ്രോസസ്സായിരുന്നു ആക്ച്വലി. സോ അങ്ങനെ അവരൊരു 30 പേര് ആ പാട്ടിലുണ്ട്. പിന്നെ ഒരു 40 പേര് ബുദാപെസ്റ്റിൽ നിന്നുണ്ട് സ്ട്രിങ്സ് സോ കണ്ടില്ലേ? സോ അവർ തന്നെ 70 പേരുണ്ട്. പിന്നെ പോരാതെ നാദസ്വരം, തവില്, തവിലൊക്കെ ഉണ്ട്. സോ എല്ലാം ലൈവാ. ഓൾമോസ്റ്റ് അതിന്റെ ടെക്നീഷ്യൻസും കൂടെ കൂട്ടിയ ഒരു 90-95 പേര് ആ പാർട്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അതായിരുന്നു നമ്മുടെ എന്ന് വെച്ചാൽ കറക്റ്റ് ഒരു നാടൻ ഒരു പഴയ ഗാനമേളക്കൊക്കെ മാക്സിമം ഇൻസ്ട്രുമെന്റ്സും ഒരു ഗാനമേളക്ക് കുറെ പേർക്ക് തുള്ളാനൊക്കെ പറ്റുന്ന പോലത്തെ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു വൈബായിരുന്നു പ്ലാൻ ചെയ്തത്. സോ അങ്ങനെ അപ്രോച്ച് ചെയ്തു. നന്നായി ഇത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഈ പോസ്റ്റ് റിലീസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ആവുന്നത് ഈ അങ്ങുവാനക്കോണിലെ പാട്ടിലാണ്. അതിലെനിക്ക് പേഴ്സണൽ തോന്നിയിട്ടുള്ളത് അതിലൊരു താരാട്ടുണ്ട്, ഭയങ്കരമായിട്ടുള്ള ഇൻസ്പിറേഷൻ പോർഷൻ വരുന്നുണ്ട്. ലാസ്റ്റ് ഉയർന്നു കഴിഞ്ഞ് വരുന്നത് അച്ചീവ്മെന്റ് ഉണ്ട്. ഇതെല്ലാം ഒരു പാട്ടിൽ വരണം. ഈ പാട്ട് ഇപ്പോ പടം കാണാത്ത ഒരാൾ കേട്ടാൽ പോലും അയാൾക്ക് ഇതിൽ ട്രിപ്പ് ചെയ്യാൻ പറ്റുന്നു ഈ പാട്ടില്. സോ അതിന്റെ ഒരു ബ്രീഫിംഗ് ശരിക്കും എന്തായിരുന്നു? അത് എനിക്ക് വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം ഇവരുടെ പ്ലാൻ അനുസരിച്ച് ഇതൊരു റൈം പോലെ ആയിരുന്നു. അതിൻ്റെ അകത്ത് ഈ ആമത്തുരുത്ത്, വെറ്റില ചെല്ലവുമായി എന്നുള്ള ഈ വേർഡ്സുകൾ വെച്ചിട്ട് വെരി കുഞ്ഞു പിള്ളേർക്ക് പാടുന്ന പോലെ ഒരു അമ്മൂമ്മ പാടി കൊടുക്കുന്ന ഒരു പോയിന്റ് ചെയ്യാമെന്നായിരുന്നു ആദ്യത്തെ അപ്രോച്ച്. അപ്പം എനിക്ക് കുറച്ചുകൂടി ഇതിങ്ങനെ പോവാം എന്നുള്ളൊരു രീതി തോന്നി എനിക്ക്. അപ്പം അതിൽ 4 ലിറിക്സ് ഞാൻ എടുത്തു. എന്നിട്ട് ആക്ച്വലി അതിന്റെ കമ്പോസിഷൻ ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. 2 hours 1.5 hours തീർത്ത പാട്ടാണ്. അപ്പം അങ്ങനെ അത് വരികയും സെക്കൻഡ് ഹാഫ് മോട്ടിവേഷൻ വരുന്നു. അതായത് ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് അനുസരിച്ച് ഇത് ആദ്യം കുറച്ച് പ്ലേസ് ആയി കഴിഞ്ഞ് പിന്നെ ഇത് അവസാനം അവൻ ഒന്നുമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇത് വരുന്നതെന്നുള്ളത്. മിഷൻ ഫൈനൽ സ്റ്റേജിൽ അപ്പം ഈ വേൾഡ് ഫുൾ നീ കോൺകർ ചെയ്യേ, ഈ വേൾഡ് നിനക്ക് വേണ്ടി റെഡി ആകും എന്നുള്ളതാണ് സെക്കൻഡ് ഹാഫിന്റെ ലിറിക്സ്. അപ്പൊ അങ്ങനെ അത് നിർത്തിയായിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് അത് സാറ്റിസ്ഫാക്ഷൻ പോയിന്റ് എത്തിയില്ല. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇതിൻ്റെ അത് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണം പറഞ്ഞിട്ട് ഞാൻ ട്യൂൺ ചെയ്തിട്ട് അതിനെഴുതി. പിന്നെ മനു അതാണ് ഉയർന്നുവ കടങ്ങളെ ഉടച്ചുവ. അത് ഞാൻ അവസാനം ഞാൻ ആഡ് ചെയ്ത അതിൻ്റെ അകത്ത്. ആദ്യം അതില്ലായിരുന്നു. അപ്പൊ അതുകൂടെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഓക്കെ, ഇത് എൻ്റെ ഒരു സന്തോഷം അവിടെ എത്തി. അങ്ങനെ പിന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യായിരുന്നു. ഇങ്ങനെയാണ് ഇത് റൂട്ടായത് ഈ പാട്ടിലേക്ക്. അത് കഴിഞ്ഞിട്ട് അത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ. ഈ ഉയർന്നുക വരുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു ഇമോഷൻ എന്നുള്ളത് ഭയങ്കര യൂണിവേഴ്സൽ ആവുന്നുണ്ടല്ലോ. സൗണ്ടിങ് വരുന്ന സമയത്തേക്ക് അത് എല്ലാവരും കണക്ട്. അത് ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ, അതായത് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഹെഡ്ഫോണിൽ കേട്ടാലും നമുക്കത് കണക്ട് ആവണം എന്നുള്ളതായിരുന്നു എൻ്റെ ഗോൾ. വൈക്കം വിജയലക്ഷ്മി എന്തുകൊണ്ട് ചോയ്സ് ആവുന്നത്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വോയിസ്, ഭയങ്കര യൂണിക്. എന്നുവെച്ചാൽ ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്ന കുറച്ച് ഈ ജെന്യൂൻ ആയിട്ടുള്ള വോയിസസ്, ഭയങ്കര ആത്മാർത്ഥമായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ടോൺസ് ഒക്കെ ഇല്ലേ, റാദർ ഭയങ്കര ഈ ഫേക്ക് ആയിട്ടുള്ള പാടുന്നതിന് പകരം കുറച്ച് നീകവികളാൽ അങ്ങനല്ലേ, യു ക്യാൻ ഫീൽ ദാറ്റ് അല്ലേ, ഭയങ്കര കാഷ്വൽ. അതെ, അപ്രോച്ച് ഉണ്ട്. സോ അതെനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ വൈക്കം പോവാം എന്നുള്ള രീതിയിൽ അങ്ങനെ എന്റെ ഇതിനു മുമ്പ് ഒരു പാട്ട് കനാല് പാടിയിട്ടുണ്ട്, വായാടി പെത്തപ്പിള്ള. ശേഷം ഇത് പാടി. വായാടി പെത്തപ്പിള്ള പെട്ടെന്ന് പറഞ്ഞപ്പോഴാ ഈ വായാടി പെത്തപ്പിള്ളയിലെ ലിറിക്സ് ആണെങ്കിലും അതുപോലെ ഇപ്പൊ ഈ പറഞ്ഞ അങ്ങുവാനുകോണിലെ ഇതിൽ ഏറ്റുപാടാനായിട്ട് എളുപ്പമുണ്ടല്ലോ. ഈ വരികളില് കുഞ്ഞു പിള്ളേര് മുതല് ആർക്ക് വേണ്ടത് റിപ്പീറ്റഡ്ലി പാടാൻ പറ്റുന്നുണ്ട്. അതൊരു ലിറിസിസ്റ്റിന്റെ ഒരു പരിപാടിയാണ് നടക്കുന്നുണ്ട്. മ്യൂസിക് ചെയ്യുമ്പോഴാണല്ലോ അത്തരം പാട്ടുകൾക്ക് ആ മ്യൂസിക്കിന് ഒരു ഈസിനെസ് വേണമല്ലോ. എത്ര കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ അതിലൊരു ഈസിനെസ് കിട്ടിയാലേ ആളുകൾക്ക് ഇത് ഏറ്റുപാടാനുള്ള ഒരു ടെൻഡൻസി പോലും വരുന്നുള്ളൂ. അത് ശരിക്കും ഒരു പ്രീ പ്ലാൻ ഉള്ളതാണോ, ആളുകൾ ഇത് ഏറ്റുപാടണം എന്നുള്ളത്? ഈ 2 പാട്ട് എടുക്കുകയാണെങ്കിൽ വായാടിക്ക് അങ്ങനെ ഞാൻ ചിന്തിച്ചില്ല. അങ്ങുവാനും എനിക്ക് എല്ലാവരും പാടിയേക്കൊള്ളാന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു സിംപ്ലിസിറ്റി ഉണ്ടല്ലോ ആ പാട്ടിന്. അപ്പം അതിന്റെ ട്യൂൺസും ആ മെലഡിയും ഭയങ്കര സിമ്പിളാണ്, എല്ലാം പാടാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക്. അതിപ്പോ ഒത്തിരി പേര് പാടിയിടുന്നുണ്ട് കേട്ടോ, സന്തോഷം. ഈ ഇത്ര സംസാരിക്കുമ്പോഴും എന്തായാലും എല്ലാവരും ക്യൂരിയസ് ആയിരിക്കുന്നത് ഒരു മലയാളി മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തിന്റെ ആദ്യ പാട്ട് ചെയ്യുന്നത് തമിഴില എന്നുള്ളതാണ്. ഈ ജേർണി ശരിക്കും എങ്ങനെയാ?
ഞാൻ +2 വരെ കോട്ടയായിരുന്നു. അതിനുശേഷം എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയത് JJ തൃച്ചി. അപ്പം അവിടെ ചെന്നിട്ട് ഞാൻ പതുക്കെ ഇങ്ങനെ തമിഴ് പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്ത് തുടങ്ങി, ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷനും ഒക്കെ. പിന്നെ ഞങ്ങൾക്കൊരു ടീം ഉണ്ടായിരുന്നു. ആ ടീമിലുള്ള കുറെ പേര് ഇപ്പൊ സിനിമയിലുണ്ട്. എന്റെ സീനിയർ ആയിരുന്നു സന്തോഷ് നാരായണൻ ആ കോളേജിൽ. അപ്പൊ ഞങ്ങൾ രണ്ടും ഒത്തിരി അപ്പം സ്റ്റാർട്ട് ചെയ്ത കുറെ മ്യൂസിക് പ്രൊഡക്ഷൻസും പരിപാടിയൊക്കെ. പിന്നെ ശിവകാർത്തികൻ ഉണ്ടായിരുന്നു, അരുൺ രാജ കാമരാജ്. അപ്പം അന്ന് തൊട്ടേ തമിഴ് കമ്പോസ് ചെയ്യാൻ തുടങ്ങി കാര്യമായിട്ട്, മലയാളം അല്ലാതെ. അപ്പം അതിനുശേഷം പിന്നെ കുറെ ജേണി ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്നപ്പോൾ ഞാൻ അങ്ങനെ റൂട്ടായി പോയി. ഇത് മ്യൂസിക് ചെറുപ്പം മുതൽ എന്തായാലും ഒരു ഫേവറേറ്റ് സംഭവമായിരിക്കുമല്ലോ. അതിനെ ഫോളോ ചെയ്യുന്നു, അതിന്റെ ജേണി വരുന്നു. എല്ലാ പോയിന്റിലും നമുക്ക് നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ സിനിമ ഇൻസ്പയർ ആവുന്നതിന് നമുക്ക് നമ്മുടെ പാട്ടുകളൊക്കെ ആയിരിക്കുമല്ലോ. ചിലപ്പോൾ താരാട്ട് പാട്ട് മുതലേ നമ്മുടെ മദർ ടങ്ങിലേക്കുന്ന പാട്ടുകളായിരിക്കാം. നമ്മളുടെ ഒരു മ്യൂസിക്കൽ ഇഗ്നിഷൻ പോയിന്റ് ചിലപ്പോൾ അതായിരിക്കാം. ആദ്യത്തെ പാട്ട് ചെയ്യുമ്പോൾ മലയാളത്തിൽ ചെയ്യണം, അങ്ങനത്തെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നില്ല? എനിക്ക് ആക്ച്വലി ഞാൻ എൻ്റെ ആദ്യത്തെ കമ്പോസ് ചെയ്ത പാട്ട് +1 പഠിക്കുമ്പോഴാണ്. മലയാളം ഒരു പാട്ട് സ്കൂളിന് വേണ്ടി ചെയ്തത്. പിന്നെ രണ്ടാമതും ഒരു മലയാളം പാട്ട് ചെയ്തു, അതും ഈ സ്കൂൾ പരിപാടി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ARM മുമ്പ് ഒരു മലയാളം പടം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുറെ പ്രശ്നങ്ങൾ കാരണം അത് ഇതായിപ്പോയി. അതിൽ എനിക്ക് തോന്നുന്നു അവർക്ക് വർക്കായില്ല എൻ്റെ കുറെ കാര്യങ്ങളൊന്നും. അപ്പൊ പിന്നെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തമിഴാണ് എൻ്റെ ഫസ്റ്റ്, മരകത നാണയമാണ് പ്രോപ്പർ റിലീസ്. പിന്നെ അങ്ങനെ ട്രാവൽ ചെയ്യായിരുന്നു. അതിനുശേഷം അങ്ങനെ എനിക്കങ്ങനെ ഒരു ലാംഗ്വേജ് പ്രോബ്ലം തോന്നിയിട്ടില്ല. കാരണം കുഞ്ഞിലെ തൊട്ട് വീട്ടില് എല്ലാ എൻ്റെ അപ്പൻ ഭയങ്കരമായിട്ട് ഈ അബ്ബ, ബോണിയും ഭയങ്കര അങ്ങനത്തെ ആൽബംസും, എൽട്ടൺ ജോണിന്റെ ആൽബംസും ഇതൊക്കെ മേടിക്കുമായിരുന്നു. അറ്റ് ദ സെയിം ടൈം ഹിന്ദി. അമ്മ ആണെങ്കിൽ തമിഴ് പാട്ടുകൾ നന്നായിട്ട് കേൾക്കും. പിന്നെ മലയാളത്തിന്റെ ഓൾഡ് ഹിറ്റ്സ് മൊത്തം ഉണ്ടായിരുന്നു. ഒരു ലാംഗ്വേജ് പ്രശ്നം ഉണ്ടായിട്ടില്ല. വീട്ടിൽ വളർന്നത് ഇതെല്ലാം കേട്ടാ. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു മലയാളം തന്നെ വേണം അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല. ഈ സിനിമയുടെ പല ജോൺറി ഒക്കെ പറയുന്ന പോലെ മ്യൂസിക്കിൽ പല ജോൺറീസ് ഉണ്ടല്ലോ. നമ്മൾ ഈ ഇമോഷൻ മൂഡൊക്കെ അനുസരിച്ച് ഇപ്പൊ മരകത നാണയത്തിലാണെങ്കിൽ പല പാട്ടുകളുണ്ട്, പല സ്റ്റൈലിലുള്ള പാട്ടുകൾ വരുന്നുണ്ട്. കനയില് ഈ അപ്രോച്ച് ഉണ്ട്, ചിത്ത വരുമ്പോഴുണ്ട്, ARMലുണ്ട്. ഇപ്പൊ മണിയന്റെ തീമൊക്കെ എൻറ്റയർലി പമ്പിങ് ആണല്ലോ. വേറൊരു തരത്തിൽ ഭയങ്കര സിന്ധിലോട്ടൊന്നും പോവാതെ തന്നെ ഈ നാടൻ ഇൻസ്ട്രുമെന്റ്സ് നമുക്കൊരു പമ്പ് കിട്ടുന്നുണ്ട്. അവിടെ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ്സും കിട്ടുന്നുണ്ട്. സൗണ്ടിൽ കുറെ സൗണ്ടുകൾ പുതിയത് കേൾക്കുന്നു. ചോദിക്കാനുള്ളത് ഈ മ്യൂസിക്കിന്റെ ജോൺറെ ഡിസൈഡ് ചെയ്യുന്നത് ചിലപ്പോ ഒരു ബ്രീഫിൽ ചിലപ്പോൾ ആ ജോൺറെ പറയണമെന്നില്ല, ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കഥയായിരിക്കും ചിലപ്പോൾ പറയുന്നത്, സീനായിരിക്കും പറയുന്നത്. അവിടെ ഞാൻ ഇതാണ് പിക്ക് ചെയ്യുന്നത്, ഇതാണ് ചൂസ് ചെയ്യേണ്ടത്. ആ ഒരു കോള് ശരിക്ക് എടുക്കാന്നുള്ളത് ഭയങ്കര ടൈം എടുത്ത് അങ്ങനെ ഒരു പ്രോസസ് ആണോ, അതോ ക്വിക്കായിട്ട് ഒറ്റ നരേഷനിലൊക്കെ തന്നെ ക്യാച്ച് ചെയ്യുന്നതാണോ? എങ്ങനെ? ഇതെല്ലാം മിക്സ്ഡ് ആണ്. അതായത് ഇപ്പം കിളിയെ ഓൾറെഡി ഞാൻ ആ ഹുക്ക് കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങുവാനം ലിറിക്സ് വെച്ചിട്ട് കമ്പോസ് ചെയ്തു. ഓക്കെ, ഇപ്പൊ പറഞ്ഞ തകത അത് ഞാൻ വിഷ്വല് കണ്ടു കഴിഞ്ഞ് ചെയ്താ. സോ വിഷ്വല് കണ്ടു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു അഡ്രിനാലിനിൽ നിന്ന് ഉണ്ടാവുന്നൊരു സംഭവമായിരുന്നു. പിന്നെ സോ ഇതെല്ലാം മിക്സ്ഡ് ആണ്. അങ്ങനെ ഒരു ജോണർ അങ്ങനെ സ്പെസിഫൈ ചെയ്യുന്ന മേ ബി കണ്ടു കഴിഞ്ഞിട്ട് പലതും നോക്കി അതിൽ നിന്ന് ആണ് റെഡി ആവുന്നത്. ഈ അൾട്ടിമേറ്റ്ലി ഓഡിയൻസിന് വിഷ്വൽ ആണല്ലോ. വിഷ്വലിന്റെ ഒപ്പമാണ് പിന്നെ സൗണ്ട്. കാരണം ഇവര് വിഷ്വലിൽ ആദ്യം ലോക്ക് ആവുന്നുണ്ട്, ഒപ്പം തന്നെയാണ് സൗണ്ട് കയറി വരുന്നത്. പക്ഷെ മ്യൂസിക് ഡയറക്ടർക്ക് ഇത് പലപ്പോഴും പോസിബിൾ ആവണമെന്നില്ല. വിഷ്വൽ ആദ്യം കിട്ടിയിട്ട് അതിന് സൗണ്ട്, അതിനൊരു പല സമയങ്ങളിൽ പല ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. ചിലപ്പോൾ ഷൂട്ട് ചെയ്യാൻ തന്നെ സൗണ്ട് വേണ്ടി വരുമായിരിക്കും, സ്കോർ വേണ്ടി വരുമായിരിക്കും. അവിടെ ഒരു മ്യൂസിക് ഡയറക്ടറുടെ ഫസ്റ്റ് തോട്ട് ശരിക്കും എങ്ങനെയാ? ഇപ്പൊ ഒരു സീൻ പറയുന്നു, ഇപ്പോ ഈ പറഞ്ഞ ബെസ്റ്റ് ഓഫിലെ കണ്ട പോലെ ഒരു സീൻ കിട്ടുന്നു. അത് ഇപ്പൊ ദിബു ആണെങ്കിൽ ദിബുവിന്റെ മനസ്സിലെ ദിബുവിന്റെ വിഷ്വലിനാണ് സ്കോർ ചെയ്യുന്നത്. ചിലപ്പോ അത് മാറിപ്പോവാം ഷൂട്ട് ചെയ്ത് വരുമ്പോൾ, എൻറ്റയർലി മറ്റേ ഫ്ലിപ്പ് ചെയ്ത് പോവാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ ഈ ജഡ്ജ്മെന്റ് പോയിന്റ് എങ്ങനെയാ, സാറ്റിസ്ഫാക്ഷൻ പോയിന്റ് എങ്ങനെയാ? ചിലത് നമ്മൾ ഉദ്ദേശിച്ചാലും നല്ലതായിരിക്കും, ചിലത് നമ്മൾ ഉദ്ദേശിച്ചൊന്നും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവത്തില്ല. മനസ്സിലായോ? അത് ഭയങ്കരമായിട്ട് നമുക്ക് ചിലപ്പം അതൊരു കോമഡി ആയിട്ട് മാറും ചില സമയത്ത്. അതെന്നു വെച്ചാൽ ഇതെല്ലാം അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്, അല്ലെങ്കിൽ പുള്ളി അത് ഉൾക്കൊള്ളുന്നത്. ഈ കവിതകളെ ഞാൻ അങ്ങനെയാണ് ഭയങ്കര ഡീപ്പായിട്ടാണ് ഞാനത് ഉൾക്കൊണ്ടത്. അപ്പം പക്ഷെ പടത്തില്
അവരുടെ അത്ര എപ്പിസോഡ്സ് ഇല്ല, കാരണം പടം അടുത്തലേക്ക് മൂവ് ചെയ്യണം, അപ്പൊ അവർക്ക് അതിനത്ര ടൈം കിട്ടിയില്ല. സോ അതുപോലെ ചില പടത്തിൽ നമ്മൾ വിചാരിക്കും ഇത്ര കാണുള്ളൂ, പക്ഷെ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും ചില ഇമോഷൻസ്. അങ്ങനെ അത് മിക്സ് ആൻഡ് മാച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലത് നല്ലത് കിട്ടും, ചിലത്. ഈ കഴിഞ്ഞ കാലയളവിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ റിപ്പീറ്റഡ്ലി പാടിയ പാട്ടുകൾ ഒന്നി കങ്കൾ ചെയ്തു. അത് ഭയങ്കരമായിട്ട് അത് ഈ പറഞ്ഞ പോലെ കുഞ്ഞു പിള്ളേർ മുതല് വലിയവരൊക്കെ കേൾക്കുന്നു, പാടുന്നു, കാണുന്നു. ഈ ഒരു പ്രോസസ്സില് ഫുൾ ടൈം ഈ ഇൻസ്റ്റാഗ്രാം റീലുകളില് എന്ത് റീൽ എടുത്താലും അവിടെ ഈ പാട്ട് വരുന്നു, അതിന്റെ ഈ ഹമ്മിങ് വരുന്നു. ഈ ചിത്ത ഒരു എനിക്ക് തോന്നുന്നു ഒരു ഫേവറേറ്റ് വർക്ക് ആയിരിക്കും. സിനിമയുടെ സബ്ജക്റ്റ് ആവട്ടെ ബാക്കി എന്തോ ആവട്ടെ, എനിക്ക് ഈ പാട്ടിനെ പറ്റിയ ഈ പാട്ട് ഈ പറഞ്ഞ പോലെ രണ്ട് ഇൻഡിവിജ്വൽസിന്റെ പെർസ്പെക്റ്റീവ്, അവരുടെ ഈ പറഞ്ഞ കണ്ണുകൊണ്ടുള്ള ഹുക്കിംഗ്, ഇമോഷൻ, പ്രണയം, ഇതൊക്കെയാണ്. ദിബു ശരിക്കും ഇത് എങ്ങനെയാ റിലേറ്റ് ചെയ്യുന്നത്? ഒരു ഡിസ്ക്രിപ്ഷൻ കിട്ടിക്കഴിയുമ്പോൾ അത് ദിബു പേഴ്സണലായി എടുത്തിട്ടാണോ അതൊരു കമ്പോസിങ് പോയിന്റ്, അതോ ഇത് എപ്പോഴും ഒരു തേർഡ് പേഴ്സൺ ആയി പുറത്ത് നിന്നിട്ടാണോ അത് കാണുന്നത്? പ്രത്യേകിച്ച് ഈ പാട്ട് ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ ആ ഒരു ഇപ്പൊ അതായത് ഇദ്ദേഹം ചോദിച്ചാൽ ഞാൻ അങ്ങനെ ഒരു പ്രണയം വൈബ് വേണമെങ്കിൽ പേഴ്സണലായി എടുക്കാം, അല്ലെങ്കിൽ പുറത്ത് നിന്നത് കാണാം. ഓഡിയൻ ആണോ അതോ അതിന്റെ അകത്താണോ? മ്യൂസിക് കുറച്ചും കൂടെ സോൾഫുൾ ആവുന്നത് എങ്ങനെയാണ്, ഏത് പോയിന്റിലാണ്? എനിക്ക് തോന്നുന്നത് കൂടുതലും ഓഡിയൻസിന്റെ കൂടെയാണ് തോന്നുന്നത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യണമെന്നുള്ള അൾട്ടിമേറ്റ് ഗോൾ. ഇപ്പം പിന്നെ ഇതെല്ലാം നമ്മുടെ ലൈഫിലുള്ള നമ്മൾ കടന്നു പോയിട്ടുള്ള കാര്യങ്ങളും അതിന്റെയൊക്കെ ഒരു റിഫ്ലക്ഷനാണ് ഈ പാട്ടല്ല. അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഒന്നും അല്ല ഇത്. അങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ട പാട്ടുകളുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ ഇപ്പൊ പറഞ്ഞ പാട്ടുകളൊക്കെ ജീവിതത്തിന്റെ ഓരോ എപ്പിസോഡ്സിൽ നിന്നും അല്ലെ നമുക്കുണ്ടായ ലൈഫിലെ ഓരോ ഇതുകളും ഒക്കെ വെച്ചിട്ട് അങ്ങനെ വരുന്നതാണ്. അല്ലാതെ ഇപ്പൊ നമുക്കൊരു ജോണർ വൈസ് അല്ല ഒരു ഓർക്കസ്ട്രൽ മ്യൂസിക് ചെയ്യണം, അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള എഫേർട്സും ഒക്കെ ഇടണം. പക്ഷെ ഇതൊക്കെ അങ്ങനല്ല. ഈ ആക്ടേഴ്സ് എപ്പോഴും പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്വന്തം പെർഫോമൻസ് പിന്നെ കാണാൻ നിൽക്കാറില്ല എന്നുള്ളത്. സംതൃപ്തി കുറവ്, ഇത് ഇത്രയാണോ ഇനി വേണ്ട. എനിക്ക് ആ പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട്. പറഞ്ഞ പാട്ടുകളിലൊന്നും ഞാൻ ഭയങ്കര ഒരു 100% സാറ്റിസ്ഫാക്ഷൻ ഇല്ല എനിക്ക്. അതായത് കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉണ്ട്. അത് എനിക്കറിയത്തില്ല, അത് എന്നോട് കഴിഞ്ഞൊരു ഇതിലും ചോദിച്ചു ഭയങ്കര കംപ്ലീറ്റ് ആയിട്ട് ഫീൽ ചെയ്തൊരു പാട്ടായിരുന്നു. അങ്ങനെ ഒന്നുമില്ല. കംപ്ലീറ്റ് ആവുമ്പോൾ നമ്മുടെ ആർട്ടോടെ പോസ് അറിയില്ല, കാരണം നമുക്ക് എപ്പോഴും തോന്നും അയ്യോ അവിടെ അങ്ങനെ ചെയ്യാറുന്നല്ലോ, ഇവിടെ ഇച്ചിരി കൂടെ പുഷ് ചെയ്യായിരുന്നു, ടെക്നിക്കലായിട്ട് മാത്രമല്ല മ്യൂസിക്കലായിട്ടും. അപ്പൊ അതൊരു എൻഡില്ലാത്തൊരു പ്രോസസ് ആയിട്ടാണ് അത്. എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കാം, ഈ ചെറുപ്പം മുതലേ ഈ മിക്സ്ഡ് കൾച്ചർ എന്നൊക്കെ പറയുന്ന പോലെ മിക്സ്ഡ് ലാംഗ്വേജ് പാട്ടുകൾ കൂടിയാണല്ലോ കേട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഓരോ ലാംഗ്വേജിലും ഓരോ ഫേവറേറ്റ് ഉണ്ടായിരുന്നു. മലയാളം ആവട്ടെ, തമിഴാവട്ടെ, ഹിന്ദി ആവട്ടെ, അങ്ങനെ ഒരു അത് വിഷയം മാറിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ട്. നമ്മുടെ ലൈഫിലെ സ്റ്റേജുകൾ, നമ്മുടെ സ്റ്റേജസ് മാറുന്നതനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ റിവേഴ്സാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രായത്തിലുള്ള ഞാൻ ഭയങ്കര യങ്ങായിട്ടുള്ള എൻ്റെ ഒരു +2 കാലഘട്ടത്തിലുള്ള പാട്ടല്ല ഞാനിപ്പോൾ കേൾക്കുന്നത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഞാൻ ആ പ്രായത്തിൽ നിൽക്കുമ്പം എൻ്റെ അച്ഛനും അമ്മയും കേൾക്കുന്ന പാട്ടുകൾ എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. അവരുടെ കാലത്തെ പാട്ട്, ഇതെന്തോ ഈ പഴയ പാട്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൊച്ച് പറയണം എൻ്റെ പാട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പാട്ടല്ല, ഞാൻ ചെയ്യുന്ന പാട്ടല്ല, ഞാൻ പറഞ്ഞാൽ ഞാൻ കേട്ടിരുന്ന പാട്ട്. പക്ഷെ എനിക്കിപ്പം ഈ പുറകോട്ടുള്ള പാട്ടുകൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി തുടങ്ങി കുറേ നാളായിട്ട്. ഇപ്പം അപ്പൻ അമ്മ കേട്ടോണ്ടിരുന്ന പാട്ടുകളുടെ ഒരു വാല്യൂ, അതായത് അത് എന്തുമാത്രം ഒട്ടും ഡിസ്റ്റർബൻസ് ഇല്ലാത്ത മെലഡീസും കാര്യങ്ങളൊക്കെ മനസ്സിലായോ. അതിൻ്റെ അകത്ത് നമുക്കൊരു സമയം ഉണ്ടായിരുന്നു സമാധാനമായിട്ട് പാട്ട് കേൾക്കുന്നത്. അതൊന്നും ഇപ്പം നമുക്ക് എങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ നമ്മൾ ട്രൈ ചെയ്യാണ് ഇവരെ ആ ഒരു അറ്റൻഷൻ ഗ്രാബ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു. ഈ പറഞ്ഞ പാട്ട് ഈ പറയുന്ന ജോൺസൺ മാസ്റ്ററുടെ മെലഡീസ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ജോൺസൺ മാഷിന്റെ. അതായത് എനിക്ക് ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂൾസും കാര്യങ്ങളും ഒക്കെ വരുമ്പം ഞാൻ റിലാക്സ് ചെയ്യാൻ ചെയ്യുന്നത് വിക്കി എടുത്ത് നോക്കിയിട്ട് പുള്ളിയുടെ ലിസ്റ്റ് ഉണ്ടല്ലോ, അപ്പൊ അതിലേതെങ്കിലും ഒരു പടം ഇടും ഞാൻ. ആ പടം നല്ലതോ ചീത്തയോ ഡസന്റ് മാറ്റർ, പക്ഷെ അതിൻ്റെ ഒത്തിരി നല്ല കാര്യങ്ങളുണ്ടാവും മ്യൂസിക്കലി ഒക്കെ. എനിക്ക് അങ്ങനത്തെ റിപ്പീറ്റഡ്ലി കാണുന്ന ജോൺസൺ മാസ്റ്റർ കേൾക്കുന്ന ഒരു പാട്ട് ഏതായിരിക്കും? ജോൺസൺ മാഷിന്റെ
ഒരു പാട്ടായിട്ടൊന്നും പറയാൻ പറ്റില്ലെന്നേ. അതായത് ഒരു ഫേവറേറ്റ് പിക്ക് ഉണ്ടാവും, 1, 2, 3 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പുള്ളിയുടെ മറ്റേ മറ്റേ പാട്ട് പെട്ടെന്ന് എനിക്ക് ലിറിക്ക് വരുന്നില്ല. ആ ഒരു രാഗത്തിൽ നമ്മൾ ജന്മത്തിൽ വിചാരിക്കല രാജഹംസമേ എന്നൊക്കെ സമയത്തില്. സോ പിന്നെ ഇത് ആകാശഗോപുരം, അത് ജോൺസൺ മാഷ്. ഞാൻ ആക്ച്വലി എൻ്റെ കൊച്ചിന്റെ മാമോദീസ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ. ഞാനിട്ട് അതിനൊരു ഗാനമേളക്കാരെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വെച്ച പാട്ടുകൾ മൊത്തം ഈ കിഴക്കൻ, അതായത് അപ്പാർട്ട് ഫ്രം ജോൺസൺ മാഷ്, ലൈക്ക് പാതിരാക്കിളി, ഇതൊന്നും എന്റെ ചെറുപ്പത്തിലെ പാട്ടല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം അതൊക്കെ ഇപ്പൊ കേൾക്കാൻ. അതുപോലെ ഈ ഡെയ്സി ഒക്കെ എനിക്കൊന്ന് എന്റെ സിസ്റ്റർ, എന്റെ എൽഡർ സിസ്റ്ററിന്റെ ഒക്കെ കാലത്തെ പാട്ട് അതൊക്കെ. പക്ഷെ അതൊക്കെ ഇപ്പൊ കേൾക്കുമ്പോൾ ഭയങ്കര എല്ലാ പാട്ടും. സോ ആ കാലത്തെ പാട്ടുകളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ വന്നോണ്ടിരുന്നപ്പോ കാറ് കേട്ടപ്പോ ഞാൻ പറഞ്ഞു, ഓഹ് എന്ത് രസമാണ്, ഏതെന്നറിയോ, മറ്റേ ഈ പാതിരാ കിളി എന്നുള്ള പാട്ട്, കിഴക്കൻ പത്രോസ്. സോ ഇപ്പൊ അതൊക്കെ കേൾക്കുന്നുണ്ട് ഞാൻ ഭയങ്കര. ഇപ്പോഴത്തേക്കും കേൾക്കും, റീസെന്റ് ഇറങ്ങിയതും കേൾക്കുന്നുണ്ട്. തമിഴില് അങ്ങനെ റഹ്മാൻ എറ, രാജ സാർ എറ, ഞാൻ റഹ്മാൻ സാറിന്റെ എറയാ, ഞാൻ അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ടു വന്നതാണ്. പിന്നെ ഞാൻ ഇതിലോട്ട് വന്ന സമയത്ത് ഞാൻ MS വിശ്വനാഥന്റെ ഒക്കെ കേൾക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ മ്യൂസിക്കും ഭയങ്കര സ്റ്റൈലായിരുന്നു. പുള്ളി അന്നത്തെ ഒരു രസമുള്ള, ഈ പറഞ്ഞ പോലെ ഒരു മോഡേൺ സൗണ്ട്സ് ഒക്കെ ഒത്തിരി അന്ന് പിടിച്ചിട്ടുള്ള ആളാണ്. എല്ലാം കേൾക്കും കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ ഇതൊക്കെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എല്ലാ കാലഘട്ടത്തിലും ഡിസ്കഷൻ നടക്കുന്നത് പഴയ പാട്ടുകളായിരുന്നു അടിപൊളി, ഇപ്പോഴത്തെ പാട്ടുകൾ പോരാ, ഇത് അങ്ങനെയല്ല. അങ്ങനെ ഈ പറഞ്ഞ പോലെ അതെനിക്ക് തോന്നുന്നു ചില ഏജ് ഗ്രൂപ്പിൽ ചില സംസാരിക്കുന്നതായിരിക്കാം. ഇത് റിപ്പീറ്റഡ് ഡിസ്കഷനാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാവട്ടെ, ഒരു 10 പേര് കൂടിയിരുന്ന ഒരു പാട്ടിന്റെ ടോപ്പിക് വരുമ്പോഴേക്കാണെങ്കിലും പലരും പറയും പണ്ടത്തെ ലിറിക്സ് അങ്ങനെയായിരുന്നു, ഇന്നത്തെ ലിറിക്സ് പോരാ, പഴയ മ്യൂസിക്കിന് ഭയങ്കര ലൈഫ് ഉണ്ട്, ഇപ്പൊ അതുണ്ടോ, നമ്മൾ ഇപ്പോഴത്തെ പാട്ട് എത്ര നേരം ഓർത്തിരിക്കും, പഴയ പാട്ട് നമ്മൾ ഇപ്പോഴും ഓർക്കില്ലേ. ഇതൊരു കോമൺ ഡിസ്കഷൻ ആണ്, വർഷങ്ങളായിട്ട് നമ്മുടെ ചുറ്റുപാടുകളൊക്കെ നടക്കുന്നതാണ്. ഒരു മ്യൂസിക് ഡയറക്ടർ ടേക്ക് അതിൽ ശരിക്കും എങ്ങനെയാ? എന്നെ സംബന്ധിച്ച് ആ ടോക്കിന്റെ ഒരു ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എവറി ഒരു മേ ബി ഒരു 20 years അല്ലെങ്കിൽ ഒരു പീരീഡ് ഉണ്ടല്ലോ, അതിൽ ഇത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത് അതായത് ഒരു എക്സാമ്പിൾ പറയാം. എന്റെ അപ്പം പറയും, ഞാൻ നടന്ന സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്, എനിക്കൊക്കെ ഒരു ബൈക്കിൽ ഞാൻ പറയും, എന്റെ കൊച്ചിനോട് പറയും, ഞാൻ ബൈക്കിലും സൈക്കിളും ഒക്കെ സ്കൂളിൽ പോയി, നിനക്ക് കാറില്ലേന്ന് പറയും. ഇത് തന്നെയാ, അത് മാറിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ആ നടന്നു പോകുന്നു പറയരുത്. അവരടുത്ത സ്പേസിൽ ആ ജീവിതത്തിൽ ജീവിച്ചോണ്ടിരിക്കല്ലേ, അപ്പൊ അങ്ങനെ പോട്ടെ. അപ്പം ഇപ്പോഴത്തെ പാട്ടുകൾ നല്ലതാ. അത് എപ്പോഴും അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പം കണ്ടിട്ടില്ലേ, നമുക്ക് ആ എപ്പോഴും ആ പ്രസന്റ് ഭയങ്കര പാടായിരിക്കും. അത് കുറച്ചാൾ കഴിയുമ്പോഴാണ് അതിനെ മോസ്റ്റ്ലി ഗ്ലോറിഫൈ ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പം ചില പടങ്ങൾ ഭയങ്കര ഡയറക്ടേഴ്സ് അപ്പ ചെയ്തപ്പം തോൽവിയായിരുന്നായിരിക്കും, പിന്നെ കുറെ നാൾ കഴിഞ്ഞ് 15 കൊല്ലം കഴിയുമ്പോൾ ആ പടത്തിനെ കുറിച്ച് സംസാരിക്കും അല്ലേ. അത് അങ്ങനെ ചിന്തിക്കരുതെന്നാണ്. അപ്പോൾ തന്നെ സെലിബ്രേറ്റ് ചെയ്യണം. ഈ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നതിൽ ചിലപ്പോൾ വളരെ റെയറായിട്ട് ആദ്യം ലിറിക്സ് വരുന്നു, അതിൽ മ്യൂസിക് ചെയ്യുന്നു. ചില സമയം കൂടുതൽ എനിക്ക് തോന്നുന്നു മ്യൂസിക്കിൽ നിന്ന് ശേഷമാണ് ലിറിക്സിലോട്ട് പോകുന്നത്. അതായത് ഇപ്പോൾ മ്യൂസിക് ചെയ്യുന്നതിൽ പാട്ടുകളുടെ ചില സമയങ്ങളിൽ ലിറിക്സ് ആദ്യം കിട്ടുന്നുണ്ട്, അതിനുശേഷമാണ് മ്യൂസിക് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ മ്യൂസിക്കാണ് കൂടുതൽ സമയം സംഭവിക്കുന്നത്, പിന്നീട് ലിറിക്സ് അതിലോട്ട് ആഡ് ഓൺ ആവുന്നത്. ഇതൊരു കംഫർട്ട് പോയിന്റ് ശരിക്കും എവിടെ ഒരു മ്യൂസിക് ഡയറക്ടർക്ക് ഏതിലായിരിക്കും കൂടുതൽ കംഫർട്ട്? അത് ഡിപ്പെൻസ്, ടൈം ഡിപ്പെൻഡ് ചെയ്താണ്. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഈ കിളിയെ ഞാൻ ഒരു ട്യൂൺ ചെയ്തിരുന്നതിൽ ലിറിക്സ് അങ്ങുവാനും ആക്ച്വലി ആ ലിറിക്സിന് ട്യൂൺ ചെയ്തിട്ട് പിന്നെ ആ ട്യൂണിനനുസരിച്ച് ലിറിക്സ് എഴുതുമായിരുന്നു. സോ അത് ഡിപ്പെൻസ് ആണ്. ഇപ്പൊ നമുക്ക് സമയം ഒരു ഫാക്ടർ, നമുക്ക് ലിറിക്സ് കിട്ടിയാൽ അതിങ്ങനെ വെച്ച് കമ്പോസ് ചെയ്ത് അതിനെ ഒരു പരുവത്തിലോട്ട് കൊണ്ടുവരാൻ മേ ബി ഇച്ചിരി സമയം എടുക്കുമല്ലേ. അതിന് പകരം ചില ട്യൂൺസ് ഓക്കെ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ട്യൂൺ നമുക്ക് പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അതിലോട്ട് എഴുതുന്നതാണ് ഇപ്പൊ കൂടുതൽ നടക്കുന്നത് എന്റെ കേസിൽ. ഈ പാട്ട് അൾട്ടിമേറ്റ്ലി ക്രിയേറ്റ് ചെയ്യുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് അപ്പുറം ഇത് ആളുകൾ റിപ്പീറ്റഡ്ലി അവരുടെ പല സ്പേസുകളിൽ പല മൊമെന്റുകളിൽ കേൾക്കുമ്പോഴാണ് ഇത് പ്രിയപ്പെട്ടതാവുന്നുണ്ടോ ആവുന്നില്ല ഇതൊക്കെ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതിന് കേൾവിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നോക്കി കഴിഞ്ഞാൽ ആദ്യം ചിലപ്പോൾ ഒരു പണ്ടൊക്കെ റേഡിയോയിലോ ടേപ്പ് റെക്കോർഡറിലോ ആയിരിക്കാം, പിന്നീട് ഈ വാക്ക്മാൻ വരുന്നുണ്ട്, പിന്നെ കുറച്ചുകൂടെ കുഞ്ഞ് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇയർഫോൺ വരുന്നുണ്ട്, ബഡ്സ് വരുന്നുണ്ട്, ബ്ലൂടൂത്ത് വരുന്നുണ്ട്,
ഇപ്പൊ പിന്നെ ഇതിനൊപ്പം തന്നെ ഈ ഡ്രൈവ് ചെയ്തുകൊണ്ട് കേൾക്കുന്ന പാട്ടാവുന്നുണ്ട്, ഇതിൽ അടഞ്ഞ് കേൾക്കുന്നത്, കുറച്ചുകൂടെ ഓപ്പൺ സ്പേസിൽ കേൾക്കുന്നത്. ഈ മ്യൂസിക് ഡയറക്ടർ കമ്പോസ് ചെയ്യുമ്പോൾ ഈ പാട്ട് ഇങ്ങനെ കേൾക്കണം, ഈ പാട്ട് ഇങ്ങനെ കേൾക്കണം. റഹ്മാൻ സാറിന് കേട്ടിട്ടുണ്ടല്ലോ, ഈ ഇമോഷൻ ഈ പാട്ട്, കോളേജിൽ ഡാൻസ് കളിക്കാൻ ഈ പാട്ട്, പുള്ളി കമ്പോസ് ചെയ്യുന്ന ഒരു സ്റ്റേജുകൾ പണ്ട് കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ കേൾവി ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ഭയങ്കര പ്രധാനപ്പെട്ട എലമെന്റ് ആണോ ശരിക്കും? അത് ഇപ്പൊ മീഡിയം കേൾക്കുന്നത് ഏതായാലും എല്ലാരും കേൾക്കണം എന്നുള്ളതാണ് അതിനും മേളിലുള്ളത്. മനസ്സിലായോ? അപ്പം അതാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ട്രൈ ചെയ്യുന്നത്. എല്ലാരും കേൾക്കണം, അത് എങ്ങനെ വേണേ കേട്ടോട്ടെ, എല്ലാരും ഒന്ന് കേട്ടാ മതി. പിന്നെ ടെക്നിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതിലെല്ലായിടത്തും സൗണ്ട് നന്നാവണം എന്നുള്ളത് ആഗ്രഹിക്കും. കാറിൽ കേട്ടാലും ഫോണിൽ കേട്ടാലും എങ്ങനെ കേട്ടാലും. പിന്നെ എല്ലാവരും അവരവരുടെ ഇഷ്ടമാണ് എങ്ങനെ കേൾക്കണം എന്നുള്ളത്. നമുക്ക് ഞാൻ ഈവൻ എൻ്റെ സിനിമകളിലൊക്കെ ഈ ആദ്യം സാധാരണ ചില ഈ ട്രെയിലറിലൊക്കെ വരുമ്പം ഈ ഹെഡ്ഫോൺസ് വെച്ച് കേക്ക് ബെറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയല്ലേ. ഞാൻ ലാസ്റ്റ് എൻ്റെ പടത്തിൽ അത് വെച്ചപ്പോൾ ഞാനത് റിമൂവ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. കാരണം അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല, നമ്മൾ നന്നായിട്ട് ചെയ്യുക, അല്ലാതെ എങ്ങനെ കേട്ടാലും ഇഷ്ടപ്പെടണം. അതിന് ഹെഡ്ഫോൺസ് വെക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഹെഡ്ഫോൺസ് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാ മീഡിയത്തിലും നന്നായിട്ട് കേൾക്കുക എന്നുള്ളതാണ് അതിനുള്ള വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ അത് എൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ വെക്കുന്നത്. ഞാൻ അങ്ങനെ മാറ്റിയിട്ടുണ്ട് ഒന്ന് രണ്ടും. ഇനി ഫ്യൂച്ചർ പരിപാടികൾ എങ്ങനെയാണ്? മ്യൂസിക്കിനെ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യുക, സിനിമാറ്റിക്കലി മ്യൂസിക്കിന് പുതിയ സാധ്യതകൾ കണ്ടെത്തുക, അങ്ങനെ പുതിയ സിനിമകൾ എന്തൊക്കെയാണ് പുതിയ? ഞാനിപ്പോൾ തമിഴിൽ ചെയ്യുന്നുണ്ട്, 3 എണ്ണം ഇപ്പം വർക്ക് നടക്കുന്നുണ്ട്. മിസ്റ്റർ എക്സ്, ഡീസൽ, പിന്നെ വേറൊരെണ്ണം അനൗൺസ് ചെയ്യാനുണ്ട്. ഇതല്ലാതെ ഒരെണ്ണം ഒരു ഒരു അടിപൊളി പരിപാടി ഒരെണ്ണം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പം മേജറായിട്ട്. മലയാളം ഇങ്ങനെ 2-3 ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ബട്ട് കുറച്ചുകൂടെ ഞാനിങ്ങനെ നോക്കുക എക്സൈറ്റഡ് ആയിട്ടുള്ള വർക്കിന് വേണ്ടി. ഈ ബാക്ക് ടു ബാക്ക് വർക്ക് ചെയ്യുമ്പോഴേ പല സിനിമകൾ ഈ പറഞ്ഞ പല മൂഡും പല ജോണറൊക്കെ ആയിരിക്കുമല്ലോ. ഇതിൽ മ്യൂസിക് ഡയറക്ടർ ഒരു ബ്രീത്തിങ് സ്പേസ്, ഇയാളുടെ തലയൊന്ന് റെസ്റ്റ് ചെയ്ത് നെക്സ്റ്റ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം, അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? അതിന് വേണ്ടിയുള്ള എഫേർട്ടുകൾ ഉണ്ടോ? അത് ARM അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്നോട് സഹകരിക്കുന്നുണ്ട് കാര്യമായിട്ട്. എന്നാന്ന് വെച്ചാൽ ARMന്റെ ഈ ലാസ്റ്റ് മിനിറ്റ് കുറേ വോളിയൂം ഓഫ് വർക്ക് കൂടിയ സമയത്ത് ബാക്കി ഡയറക്ടേഴ്സ് പറഞ്ഞു ഓക്കെ പോയി അത് തീർത്തിട്ട് വാന്ന് പറയാൻ പറ്റുന്ന നല്ലവരായിട്ടുള്ള ആൾക്കാരുമായിട്ടാണ് ഞാൻ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അതനുസരിച്ചല്ല. ഒരു ദിവസം എല്ലാ പടത്തിൻ്റെയും വർക്ക് നടക്കുകയല്ല. ഈ ആഴ്ചയിൽ ഒരു ഫസ്റ്റ് 3 days ഒരു പടത്തിന് ഇൻവെസ്റ്റ് ചെയ്യാണ്. പിന്നെ അങ്ങനെയാണ് വർക്ക് ഫ്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവര് അത് ഓക്കെയാണ്, അവര് ഹാപ്പി ആവണം, അതാണ് അൾട്ടിമേറ്റ്. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും വരാൻ പോകുന്ന എല്ലാ സിനിമകൾക്കും. മ്യൂസിക്കൽ ജേണി കൂടുതൽ സജീവമായിട്ട് മുന്നോട്ട് പോകട്ടെ. താങ്ക് യു.